നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ആഞ്ചലോട്ടിയെ ബ്രസീൽ കോച്ചായി നിയമിച്ചതിന് പിന്നാലെ ഫിഫ അന്വേഷണം എന്ന് പറഞ്ഞാൽ ഈ ഡീല് നടന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഫിഫയുടെ ഒരു വിലയിരുത്തൽ. അതായത് ഒരു കമ്മീഷൻ ഇൻ്റർമീഡിയറിക്ക് കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഫിഫ ക്വസ്റ്റ്യൻസ് ഉയർത്തുന്നത്. ഒഫീഷ്യലായിട്ട് ലെറ്റർ അയച്ചു കഴിഞ്ഞു CBF-ന്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയാണ്. അവർ അതിൻ്റെ ആ ഫിഫ അയച്ച ലെറ്ററിൻ്റെ തന്നെ ഒഫീഷ്യൽ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത കൊടുക്കുന്നത്. അതിലവർ പറയുന്നത് ഫിഫ CBF-നെ അറിയിച്ചിരിക്കുന്നു, ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. അതായത് പോസിബിൾ വയലേഷൻ ഓഫ് ദി ഫുട്ബോൾ ഏജൻറ്റ്സ് റെഗുലേഷൻ, ഫുട്ബോൾ ഏജൻസുമായി ബന്ധപ്പെട്ട നിയമത്തിൻ്റെ ഒരു വയലേഷൻ നടന്നിട്ടുണ്ട് ബ്രസീൽ ഹെഡ് കോച്ച് കാർലോ ആഞ്ചലോട്ടിയെ ഹയർ ചെയ്തതിൽ എന്നാണ് ഫിഫയുടെ സംശയം. അതിനെക്കുറിച്ചാണ് അന്വേഷണം നടത്താൻ പോകുന്നത്. ഇവിടെ ഡിയേഗോ ഫെർണാണ്ടസിന് നമുക്കറിയാം, കോച്ചിനെ ബ്രസീലിലേക്ക് എത്തിച്ചതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ബിസിനസ്സുകാരനായ ഡിയേഗോ ഫെർണാണ്ടസ് ആയിരുന്നു. അദ്ദേഹത്തെയാണ് CBF-ൻ്റെ മുൻ പ്രസിഡന്റ് റൊണാൾഡോ റോഡ്രിഗസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് മാഡ്രിഡിലേക്ക് അയച്ചതും അദ്ദേഹമാണ് കാർലോ ആഞ്ചലോട്ടിയുമായിട്ട് നെഗോസിയേഷൻസ് നടത്തിയതും കാർലോയെ ബ്രസീലിനെ കോച്ചാക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തതും. അപ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഡിയേഗോ ഫെർണാണ്ടസിന് 1.2 മില്യൺ യൂറോസ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഫിഫ പറയുന്നത്. ഫിഫ അതിലാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പോകുന്നത്. ഇപ്പോൾ കൃത്യമായിട്ട് ആ ലെറ്റർ തന്നെ, ഫിഫയുടെ ലെറ്റർ തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് ഫിഫ പറയുന്നുണ്ട് ഇതിൽ വയലേഷൻ നടന്നിട്ടുണ്ട് എന്നാണ് സംശയം. ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് മിസ്റ്റർ ഡിയേഗോ ഫെർണാണ്ടസ് കറൻ്റ്ലി വിത്തൗട്ട് ആൻ ഇൻഡിവിജ്വൽ ലൈസൻസ്, അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഫുട്ബോൾ ഏജൻറ്റ് നടത്തേണ്ട ഒരു സർവീസ് CBF-ന് അദ്ദേഹം നടത്തി കൊടുത്തിരിക്കുന്നു. ഫുട്ബോൾ ഏജൻറ്റ് എന്ന രൂപത്തിലുള്ള ഇൻഡിവിജ്വൽ ലൈസൻസ് ഡിയേഗോ ഫെർണാണ്ടസിന് ഇല്ലാതെയാണ് കാർലോ ആഞ്ചലോട്ടിയെ റയൽ മാഡ്രിഡിൽ നിന്ന് ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് കോച്ചാക്കി എടുക്കാനുള്ള സർവീസ് ഡിയേഗോ ഫെർണാണ്ടസ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻവെസ്റ്റിഗേഷനിലേക്ക് കടക്കുന്നു എന്നുള്ളൊരു നോട്ടീസാണ് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. പക്ഷേ CBF പറയുന്നത് കൺസൾട്ടൻ്റ് എന്ന രൂപത്തിലാണ് ഡിയേഗോ ഫെർണാണ്ടസിനെ ഉപയോഗപ്പെടുത്തിയത് എന്നാണ്. ഇതിൽ എന്ത് തീരുമാനം വരും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും ഇതിൽ കാർലോ ആഞ്ചലോട്ടി ബ്രസീലിൻ്റെ കോച്ചായി വന്നിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല. അതേസമയം അതുമായി ബന്ധപ്പെട്ട കമ്മീഷനും മറ്റുമൊക്കെ പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.